ഒരു മെസ്സേജ് ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ എടുക്കുന്നു. ആൻഡ് ദെൻ നിങ്ങൾ പോലും അറിയാതെ ഒരു മണിക്കൂർ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? ആൻഡ് നിങ്ങൾ അപ്പോൾ ഫോണിൽ കണ്ട കാര്യങ്ങളൊന്നും മിക്കതും ഓർമ്മ പോലും ഉണ്ടാവില്ല, ശരിയല്ലേ? എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യും, ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവും, ഒരു എംപ്റ്റി ഫീലിംഗ് വരും. ദെൻ നിങ്ങൾ തീരുമാനിക്കും, ഞാനിങ്ങനെ കുറേ നേരം ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ കളിച്ചിരുന്ന് ടൈം വേസ്റ്റ് ചെയ്യുന്നത് അത്ര ശരിയല്ല, നാളെ മുതൽ ഇതൊന്ന് കുറയ്ക്കണം. ഇങ്ങനൊരു പ്രോമിസൊക്കെ സ്വയം കൊടുക്കും. പക്ഷേ നാളെ ആകുമ്പോഴോ ഇതന്നെ സ്ഥിതി. ഇതിങ്ങനൊരു ലൂപ്പായിട്ട് പോയിക്കൊണ്ടേയിരിക്കും, ഒരു സൈക്കിളായി മാറും. വൈ? എന്തുകൊണ്ട്? ബിക്കോസ് യു ആർ നോട്ട് ഇൻ കൺട്രോൾ. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളല്ല, പിന്നെ ആരാ? നിങ്ങളുടെ ഫോണാണ്. ദാറ്റ്സ് ദ പ്രോബ്ലം. വാട്ട്സ് ഗുഡ് എവറിബഡി, വെൽക്കം ടു മോട്ടീവ് ക്യാമ്പസ്. ഫോൺ യൂസേജ് കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെ അധികം ആൾക്കാർക്കും കേൾക്കാൻ ഇഷ്ടമല്ലാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങളുടെ ഫോൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗാഡ്ജറ്റ് മാത്രമല്ല, അത് ശരിക്കും ഒരു ട്രാപ്പ് കൂടിയാണ്, ഒരു കെണി കൂടിയാണ്. ആൻഡ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങളെ ഫുൾ ടൈം അതിൽ പിടിച്ചിരുത്തുന്ന രീതിയിലാണ്. ഓരോ പ്രാവശ്യം സ്വൈപ്പ് ചെയ്യുമ്പോഴും ഓരോ നോട്ടിഫിക്കേഷനും ഓരോ ലൈക്കും അത് നിങ്ങളുടെ ബ്രെയിനിൽ ടൈനി സ്പാർക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു സുഖം, നല്ല രസമാണ്. പക്ഷേ ഇത് കുറേ ഷുഗറി ഫുഡ് കഴിക്കുന്ന പോലെയാണ്. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും, അപ്പോൾ കുറേ അങ്ങോട്ട് കഴിക്കും. ആൻഡ് പിന്നെ അത് ശരീരത്തിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നിയാൽ പോലും ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ ബ്രെയിനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തിന്? ഫോൺ എടുക്കാൻ, അടുത്ത റീല് നോക്കാൻ, അടുത്ത വീഡിയോ നോക്കാൻ, പുതിയ മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ. ആൻഡ് പതുക്കെ നിങ്ങളറിയാതെ വളരെ വളരെ വാല്യൂബിൾ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ സമയമാണ്. ടൈം. പഠിക്കാനുള്ള സമയം, നിങ്ങളുടെ പാരൻസുമായിട്ട് സംസാരിക്കാനുള്ള സമയം, ഫ്രണ്ട്സുമായിട്ടിരുന്ന് ചിരിക്കാനുള്ള സമയം, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള സമയം. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സമയമാണ് നിങ്ങൾ ചുമ്മാ ഫോണിലിരുന്ന് സ്ക്രോൾ ചെയ്ത് തീർക്കുന്നത്. ഇനി നിങ്ങളൊന്ന് സ്വയം ചോദിക്കാം, നിങ്ങൾക്ക് ശരിക്കും എന്താണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസവും നിങ്ങൾ 2 മണിക്കൂർ ഫോണിൽ വേസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. മിക്ക ആൾക്കാരുടെയും കേസിൽ അതിൽ കൂടുതലാവാനേ വഴിയുള്ളൂ. ബട്ട് 2 മണിക്കൂർ വേസ്റ്റ് ചെയ്യാണ് എന്ന് വിചാരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഒരാഴ്ചയിൽ നിങ്ങൾ 14 മണിക്കൂറാണ് വേസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം 2 വർക്കിംഗ് ഡേയ്സിൻ്റെ സമയം. ഒരു വർഷത്തിലോ 700 മണിക്കൂറിൽ കൂടുതൽ, അറൗണ്ട് 30 ദിവസം. ആ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാമായിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു സ്കില്ല് പഠിക്കാം, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തേക്കാവുന്ന ഒരു ബുക്ക് വായിച്ച് തീർക്കാം, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ചുമ്മാ റെസ്റ്റ് എടുത്ത് റിഫ്രഷ് ആവാം. പക്ഷെ എന്താ, അതിനുള്ള സമയം ഫുള്ള് നഷ്ടപ്പെടുകയാണ്, വേസ്റ്റ് ആവുകയാണ്, ലിറ്ററലി വേസ്റ്റ് ആവുകയാണ്. ഓൾറെഡി ലൈഫ് ഷോർട്ടാണ്, പക്ഷേ നമ്മൾ ഈ കിട്ടുന്ന സമയം കൂടി വേസ്റ്റ് ചെയ്യുമ്പോൾ ലൈഫ് പിന്നെയും ഷോർട്ടാവുകയാണ്, അല്ലേ? സോ എങ്ങനെ ഇത് സ്റ്റോപ്പ് ചെയ്യാം? അതാണ് ചോദ്യം. അപ്പോൾ അതിനുള്ള കോംപ്ലെക്സ് ടിപ്സ് ആൻഡ് ട്രിക്സും ഫാൻസി ആപ്ലിക്കേഷൻസ് ഒന്നും അല്ല ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനേക്കാൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ് ബിഗിൻസ് വിത്ത് വൺ ചോയ്സ്. അതായത് നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണ് വേണ്ടത്. എന്ത് തീരുമാനം? ഫോണിനേക്കാൾ പ്രാധാന്യം നിങ്ങളുടെ സമയത്തിനാണ് എന്നുള്ള തീരുമാനം, എന്നുള്ളൊരു തിരിച്ചറിവ്. ടു വാല്യൂ യുവർ ടൈം മോർ ദാൻ യുവർ ഫോൺ. ഇനി മുതൽ ഓരോ തവണ നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ തോന്നുമ്പോഴും ഒരു 10 സെക്കൻഡ് ഒന്ന് പോസ് ചെയ്യാം. എന്നിട്ട് സ്വയം ചോദിക്കുക, എനിക്ക് ഇങ്ങനെയാണോ എൻ്റെ ജീവിതം തീർക്കേണ്ടത്? ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ആൻസർ വേണ്ട എന്നാണെങ്കിൽ ഫോൺ അവിടെ വെക്കാം, അവിടെ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് എന്തെങ്കിലും പോയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോ, അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുക. സിറ്റ് ക്വയറ്റ്ലി. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല ഐഡിയാസ് ഇങ്ങനെ വരും. അപ്പോഴാണ് നിങ്ങളുടെ തലച്ചോറൊന്ന് പ്രവർത്തിക്കാം. ആൻഡ് ഇത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഹാർഡായിരിക്കും. നിങ്ങൾക്ക് ആ ഫോൺ എടുക്കാനുള്ള ഏർജ് വളരെ വളരെ കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങളതിനെ റെസിസ്റ്റ് ചെയ്യണം, തടയണം. ആൻഡ് യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പോസിബിളാണ്. പക്ഷെ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അല്ലാണ്ട് ഞാനിവിടെ കിടന്ന് കുറേ ഡയലോഗ് അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ തീരുമാനിക്കണം സീരിയസ് ആയിട്ട്. ആൻഡ് ദെൻ പോകെ നിങ്ങൾക്ക് ഫോൺ എടുക്കാനുള്ള ത്വര ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരും. ആൻഡ് അതിന് പകരം നിങ്ങൾ മറ്റ് പല പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ കുറച്ച് കാലം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഒരു 1 മന്ത്, ഒരു മാസം. എന്നിട്ട് ചേഞ്ച് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റിലൊന്ന് ചീത്ത പറഞ്ഞു, നോ ഇഷ്യൂസ്. പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കണം മുഴു മനസ്സോടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ ഫോൺ എന്ന് പറയുന്നത് ഒരു ഈവിളായിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് പഠിക്കാനും കണക്ട് ചെയ്യാനും വളരാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ
ഫോണ് നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം, അല്ലാതെ തിരിച്ചാവരുത്. നിങ്ങളുടെ ബോറടി മാറ്റാനുള്ള ഒരു ടൂളായിട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. കാരണം ബോറടി എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല. ബോറടിക്കുമ്പോഴാണ് നമ്മൾ കുറേ ചിന്തിക്കുക, ഇമാജിൻ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ലോകത്തിലെ പല വലിയ ഇൻവെൻഷൻസും ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ മനസ്സിലേക്ക് വന്ന പല ആശയങ്ങളിൽ നിന്നുമായിരിക്കും. സോ നെക്സ്റ്റ് ടൈം ബോറടിക്കുമ്പോൾ ഓടിപ്പോയിട്ട് ഫോൺ എടുക്കണ്ട, അവിടെ ഇരിക്കും, എന്നിട്ട് ചിന്തിക്കുക, കുറേ ഇരുന്ന് ആലോചിക്കുക. ആർക്കറിയാം, നിങ്ങൾ ചിലപ്പോൾ ഒരു കുട്ടി സ്റ്റീവ് ജോബ്സ് ആണെങ്കിലോ വല്ല ഇലോൺ മസ്ക് ആണെങ്കിലോ. വി ഡോണ്ട് നോ ദാറ്റ്. ലിസൺ, നിങ്ങളുടെ ലൈഫ് ഒരൊറ്റ ദിവസം കൊണ്ടല്ല ബിൽഡാവുന്നത്. അത് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ്. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കളയുന്ന ഓരോ മണിക്കൂറും നിങ്ങളുടെ സ്വപ്നങ്ങളുടെ കയ്യിൽ നിന്നും മോഷ്ടിക്കുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക. സോ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. തീരുമാനം എടുക്കുക. ആൻഡ് തീരുമാനം എന്താണെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യാം. അതേപോലെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അതുകൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ? നമുക്ക് എന്തായാലും ഒരു ഡീറ്റെയിൽ വീഡിയോ അതിനെപ്പറ്റി ചെയ്യാം. ബട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടാം. അപ്പോൾ ഇന്ന് ഇത്രയും മതി, പോരെ? മതി. സോ ദാറ്റ്സ് ഓൾ ടുഡേ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.